إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനു അൽയഹൂദ്. വിശ്വാസികളോട്, മുഅ്മിനീങ്ങളോട് ഏറ്റവും ശത്രുതയുള്ളവരായി, അവരോട് ഏറ്റവും വെറുപ്പുള്ളവരായി, അവരോട് ഏറ്റവും വിദ്വേഷം വെച്ച് പുലർത്തുന്നവരായി യഹൂദികളെ, ജൂതന്മാരെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കാണാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു പറയുന്നു, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ് ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദ. ഈമാൻ കൈകൊണ്ടതിനു ശേഷം, മുസ്ലിമീങ്ങളായതിനു ശേഷം, മുഅ്മിനീങ്ങളായതിനു ശേഷം നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങൾ തെറിച്ചു പോകുന്നത്, നിങ്ങൾ മുർത്തദുകളായി ദീൻ ഒഴിവാക്കി കുഫറിലേക്ക് പോകുന്നത് അവർ ഇഷ്ടപ്പെടുന്നു, അവർ ആഗ്രഹിക്കുന്നു. എന്തിനാൽ? കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. ഇസ്ലാമാണ് ശരി എന്ന് മനസ്സിലായതിനു ശേഷം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് വ്യക്തമായതിനു ശേഷം ഇസ്ലാം സ്വീകരിച്ചാലല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലായതിനു ശേഷം അവരതാ അസൂയ നിമിത്തം അവരിലേക്ക് പ്രവാചകൻ അന്തിമ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടില്ല എന്നതിന്റെ അസൂയ നിമിത്തം അവർ നിങ്ങളോട് അസൂയപ്പെടുകയാണ്. നിങ്ങൾ ദീനിൽ നിന്ന് തെറിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അവരുടെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്കറിയാം. അള്ളാഹുവിന്റെ റസൂലാണ് അദ്ദേഹം എന്ന് അവർക്കറിയാം. ദീനുൽ ഇസ്ലാമാണ് ശരിയെന്ന് അവർക്കറിയാം. ഇസ്ലാം സ്വീകരിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്നവർക്കറിയാം. എന്നാലും അവരുടെ അഹങ്കാരം, മുഅ്മിനീങ്ങളോടുള്ള അവരുടെ അസൂയ, അതവരെ ഇസ്ലാം സ്വീകരിക്കാൻ, അള്ളാഹുവിന് വിധേയപ്പെടാൻ അവരെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, കൂട്ടർ യഹൂദർ, ജൂതന്മാർ, അവർ ആരാണ്? അവരുടെ അടിസ്ഥാനം എന്താണ്? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മകൻ, ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ മകൻ, യാഖൂബ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയാണ് യഥാർത്ഥത്തിൽ യഹൂദികൾ, ബനു ഇസ്രായേലുകാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ വിഭാഗമാണ്, ജനതയാണ് ഇവർ, ബനു ഇസ്രായേലുകാർ. അവരാണ് ഈ കൂട്ടരുടെ, ഈ ജൂതന്മാരുടെ
അപ്പോസ്തലന്മാർ. മൂസ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരിലേക്ക് അയച്ചു. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് നൽകി, വേദഗ്രന്ഥം നൽകി. കാലങ്ങളായി, വർഷങ്ങളായി ഇവരെ പീഡിപ്പിച്ചിരുന്ന, ഇവരെ കൊണ്ട് ദാസവേല ചെയ്യിപ്പിച്ചിരുന്ന, ഇവരെ അങ്ങേയറ്റം ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന, അവരുടെ ആൺമക്കളെ കൊലപ്പെടുത്തിയ, ഓരോ ആൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും അവരെ കൊലപ്പെടുത്തിയിരുന്ന ഫറോവമാരിൽ നിന്ന്, ഫിർഔനിൽ നിന്ന് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ രക്ഷപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ്യതയ്ക്ക് ശേഷം, പതിത്തത്തിന് ശേഷം ഭൂമിയിൽ അവർക്ക് ആധിപത്യം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗീയ ഭക്ഷണങ്ങൾ ഇറക്കി കൊടുത്തു, മന്നയും സെൽവയും അവർക്ക് ഇറക്കി കൊടുത്തു. അങ്ങനെ ഒരു ജനതക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കാത്ത അത്രയും അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ അനുഭവിപ്പിച്ചു. അതിനുശേഷം ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ അനുഭവിപ്പിച്ചതിനു ശേഷവും, ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയതിനു ശേഷവും അവരുടെ ധിക്കാരമല്ലാതെ, അവരുടെ നന്ദികേടല്ലാതെ അത് വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടില്ല. അതിനുശേഷം പശുക്കുട്ടിയെയും അല്ലാഹു അല്ലാത്ത മറ്റാളുകളെയും അവർ ആരാധിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു. അവരിലേക്ക് ഓരോ പ്രവാചകന്മാർ അയക്കപ്പെടുമ്പോഴും അവർ പ്രവാചകന്മാരെ വകവരുത്തുകയുണ്ടായി. അത്തരത്തിൽ വളരെ മോശമായ ജനതയായി അവർ നിലകൊണ്ടു. മൂസ അലൈഹിസ്സലാമിനോട് പോലും നീയും നിന്റെ റബ്ബും പോയി അങ്ങ് യുദ്ധം ചെയ്താൽ മതി, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്ന ധിക്കാരത്തിന്റെ വാക്ക് പറഞ്ഞ, നന്ദികേടിന്റെ വാക്ക് പറഞ്ഞ ജനതയാണ്. അത്തരത്തിൽ മോശപ്പെട്ട പാരമ്പര്യമാണ്, ചരിത്രമാണ് ഇക്കൂട്ടർക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ധിക്കാരം നിമിത്തം, ഇവരുടെ മോശത്തരങ്ങൾ നിമിത്തം, ഇവരുടെ നന്ദികേട് നിമിത്തം അവരെ കുരങ്ങുകളാക്കി മാറ്റുകയുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വളരെ മോശപ്പെട്ട, അല്ലാഹുവിന്റെ അടുക്കൽ ശാപത്തിന് വിധേയമായ ആളുകളാണ് ഇവരുടെ മുൻഗാമികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പോലും, മദീനയിൽ പോലും അദ്ദേഹം ഇവരുമായി കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് പോലും, ഏർപ്പെട്ട സമയത്ത് പോലും അവർ ഈ കരാറുകൾ ലംഘിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും ശത്രുക്കൾക്കെതിരിൽ അവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷം കൊടുത്തുകൊണ്ട് വകവരുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ അടുക്കൽ നിന്ന്, അവരുടെ മുൻഗാമികളുടെ അടുക്കൽ നിന്ന് നീചമായ, മോശമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്നും ഇക്കാലഘട്ടത്തും അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങളോട് ഏറ്റവും വിദ്വേഷം വെച്ച് പുലർത്തുന്നവരായി അവരെ കാണാൻ സാധിക്കും. ഫലസ്തീനിലെ ജനതയെ അവർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാലങ്ങളായി, വർഷങ്ങളായി അവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരിലെ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭീതിയിലാണ്ടുകൊണ്ട് അവർ ജീവിക്കുകയാണ്. അതാണ് അവരുടെ ചരിത്രം. യഹൂദികൾ അത്തരത്തിലുള്ള ചരിത്രമാണ് അവർക്കുള്ളത്. എന്നാൽ ഇന്നിതാ ചില ആളുകൾ, ചില രാജ്യക്കാർ, മുസ്ലിം രാജ്യമെന്ന് മറ്റുള്ളവർ അവകാശപ്പെടുന്ന, മറ്റുള്ളവർ ചാർത്തിക്കൊടുത്ത ചില രാജ്യക്കാർ അവരുമായി യുദ്ധം ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, മുസ്ലിമീങ്ങൾ അവർ രണ്ട് ചേരിയിലായിരിക്കുന്നു. ഒരു വിഭാഗം, ഭൂരിഭാഗം ആളുകളും അവരെ പിന്തുണക്കുന്ന ആളുകളാണ്. അവർ മുസ്ലിമീങ്ങളുടെ വിമോചകരാണ്. മുസ്ലിമീങ്ങളെ എക്കാലത്തും സഹായിച്ച ആളുകളാണ്. അവർ മുസ്ലിമീങ്ങൾ തന്നെയാണ്. അവർ നമുക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അതെല്ലാം ശാഖാപരവും അതെല്ലാം പരിഹരിക്കാൻ പറ്റുന്നതുമൊക്കെ ആണെന്നാണ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, പിന്തുണക്കാൻ പാടില്ല എന്നുള്ള വിഭാഗക്കാരുമുണ്ട്. ഇവിടെ ഈ അഭിപ്രായ വ്യത്യാസം അതിനേക്കാൾ ഉപരി ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇവിടെ നമ്മുടെ വിശ്വാസത്തിൽ പുഴുക്കുത്തു സംഭവിക്കുകയാണ്. നമ്മുടെ അഖീദക്ക്, നമ്മുടെ വിശ്വാസത്തിന്, തൗഹീദിന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നുബുവത്തിന് ഇവിടെ വിള്ളലേൽക്കുകയാണ്. അതാരും ജനങ്ങളിൽ അധിക പേരും മനസ്സിലാക്കാത്ത ഒരു വസ്തുതയാണ്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ ഒന്നടങ്കം നമ്മൾ എടുക്കുകയാണെങ്കിൽ രണ്ട് വിഭാഗമായി അവരെ തിരിക്കാൻ സാധിക്കും. ഒരു വിഭാഗം ആളുകൾ സുന്നികളാണ്, സുന്നി വിഭാഗമാണ്. മറ്റൊരു വിഭാഗം ഷിയ വിഭാഗമാണ്, ഷിയാക്കളാണ്. നമ്മുടെ കേരളത്തിലുള്ള, നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംഘടനക്കാരും, എല്ലാ വിഭാഗക്കാരും അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സുന്നികളാണ്, അഹ്ലു സുന്നയുടെ വക്താക്കളാണെന്ന് തന്നെയാണ്. വളരെ തുലോം തുച്ഛം ഉണ്ടെങ്കിൽ തന്നെ വളരെ തുലോം തുച്ഛം ആളുകളെ ഈ വിഭാഗത്തിൽ, ഈ ഷിഈ വിഭാഗത്തിൽ ഉണ്ടാവുകയുള്ളൂ. അവരുടെ അടുക്കൽ, ഈ സുന്നികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ അടുക്കൽ പല ഷിയാ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടെങ്കിൽ കൂടി ഞങ്ങൾ ഷിയാക്കളല്ല, അഹ്ലുസുന്നയുടെ വക്താക്കളാണ്, സുന്നികളാണ് എന്ന് പറയുന്ന ആളുകളാണ്
കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഒട്ടുമിക്ക ജനങ്ങളും അങ്ങനെ തന്നെയാണ്. എന്നാൽ അവരിൽ നമുക്ക് ഷിർക്കും കുഫറും പ്രകടമായി കാണാൻ സാധിക്കും. ബിദ്അത്തുകളുടെ പ്രവാഹം നമുക്ക് കാണാൻ സാധിക്കും. ഇവരിൽ സുന്നികൾ എന്ന് പറയപ്പെടുന്ന ആളുകളിൽ പോലും കാണാൻ സാധിക്കും. എന്നാൽ ഈ ഭാഗത്തേക്ക് വന്നാൽ, ഷിയാക്കളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഷിയാ വിഭാഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊടിയ ജാറപൂജകരായി, ഇസ്ലാമിന് ഒരു നിലക്കും യോജിക്കാൻ പറ്റാത്ത, ഇസ്ലാമിന് അന്യമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത അത്തരത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ടു നടക്കുന്ന ആളുകളായിട്ടാണ് നമുക്ക് ഇവരെ കാണാൻ സാധിക്കുക. ഷീഇകൾ, അവരുടെ അടിസ്ഥാനം എന്താണ്? നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹ് ബിൻ സബ എന്ന് പറയുന്ന യഹൂദിയായ മുനാഫിഖായ ഇസ്ലാമിനെ തകിടം മറിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ഉള്ളിൽ കയറിക്കൂടി ക്രിസ്ത്യാനികളുടെ ദീൻ, നസാറാക്കളുടെ ദീൻ, ഈസാ അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ ദീൻ, ഏകദൈവാരാധന, ഈസാ അലൈഹിസ്സലാം പഠിപ്പിച്ച തൗഹീദ് എപ്രകാരം യഹൂദികൾ തകർത്തതുപോലെ അപ്രകാരം തകർക്കണമെന്ന ഉദ്ദേശത്തിൽ ഈ മുനാഫിക്കായ വ്യക്തി ഇസ്ലാമിൽ കടന്നുകൂടുകയും അത്തരത്തിൽ അയാൾ അലി റളിയല്ലാഹു അൻഹുവിന് ദിവ്യത്വം കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള ഖലീഫമാരെക്കാൾ, അബൂബക്കറിനേക്കാൾ, ഉമറിനേക്കാൾ, ഉസ്മാനിനേക്കാൾ, അവരെക്കാളെല്ലാം അലി റളിയല്ലാഹു അൻഹും അവരെക്കാളെല്ലാം അലി റളിയല്ലാഹു അൻഹുവിന് മഹത്വം കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇലാഹാക്കുന്ന അവസ്ഥയിലേക്ക് വരെ ഇയാൾ പോകുകയുണ്ടായി. ഇതാണ് ഇതിന്റെ ഉത്ഭവം, ഷിയാക്കളുടെ ഉത്ഭവം, ഷിയാക്കളുടെ ആവിർഭാവം ഇങ്ങനെയാണ്. ഇതിൽ നിന്നാണ് പല ആളുകളും, പല മോശപ്പെട്ട ഹൃദയങ്ങളുടെ ഉടമകളായ, മലീമസപ്പെട്ട ഹൃദയങ്ങളുടെ ഉടമകളായ പല ആളുകളും ഇതിൽ നിന്നാണ് പിന്നീട് ഇവരുടെ ഈ ആശയം, ഇവരുടെ ചീഞ്ഞളിഞ്ഞ ഇസ്ലാമുമായി തരിമ്പ് പോലും ബന്ധമില്ലാത്ത ഈ ആശയം അവർ വിപുലീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഈ ആളുകൾ ഇസ്നാ അശരിയ എന്ന് പറയുന്ന ഇവരുടെ വിശ്വാസം, 12 ഇമാമുമാർ, അലി ഇബ്നു അബി താലിബ്, അദ്ദേഹത്തിന്റെ മക്കളായ ഹുസൈൻ, അവരിൽ ഒരാളുടെ മകനായ സൈനുൽ ആബിദീൻ അലി ഇബ്നു ഹുസൈൻ എന്നിവരടങ്ങുന്ന ഈ 4 പേരടങ്ങുന്ന 12 ആളുകൾക്ക് ഇവർ ലോകം നിയന്ത്രിക്കുന്നു, ഇവർ ഗൈബിയായ അദൃശ്യ കാര്യങ്ങൾ ഇവർ അറിയുന്നു എന്ന് വാദിച്ചുകൊണ്ട് നബിമാരേക്കാൾ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെക്കാൾ ഇവർക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് അത്തരത്തിൽ ഇവരുടെ വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമുമായി യാതൊരു വിധേനയും ബന്ധമില്ലാത്ത ചരിത്രമാണ് അവരുടെ ആശയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്വഹാബികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ഉത്തമനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എനിക്ക് ശേഷം ഒരു നബിയുണ്ടെങ്കിൽ അത് ഉമറായിരിക്കുമെന്ന് പറഞ്ഞ ശൈത്താൻ ഒരു വഴിയിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഉമർ ഒരു വഴിയിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശൈത്താൻ വഴിമാറി സഞ്ചരിപ്പിക്കുമെന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു നബിയുടെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ സൗഭാഗ്യം കിട്ടിയ ദുന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ, അങ്ങനെ പ്രമുഖരായ ഒന്നടങ്കം സഹാബികളെ അവരെ തക്ഫീർ ചെയ്യുന്ന, അവരെ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന, ഒരുപാട് കാര്യങ്ങൾ കെട്ടിച്ചമക്കുന്ന നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത, പറയാൻ പോലും സാധിക്കാത്ത അത്തരത്തിൽ മോശപ്പെട്ട വിശേഷണങ്ങൾ ചാർത്തുന്ന, അത്തരത്തിൽ പിഴച്ച, ചീഞ്ഞളിഞ്ഞ, ഒരു നിലക്കും ഗുണനിലവാരമില്ലാത്ത, ഇസ്ലാമുമായി യാതൊരു നിലക്കും ബന്ധമില്ലാത്ത ആശയം പേറുന്ന ആളുകൾ, ഷിയാക്കൾ, ഇവരുടെ രാജ്യം ഈ ജൂതന്മാരുമായി യുദ്ധം ചെയ്യുന്ന ഈ പറഞ്ഞ ആളുകൾ, അവരുടെ ഏറ്റവും കടുത്ത വിശ്വാസം പേറുന്ന, ഏറ്റവും ഗൗരവമുള്ള വിശ്വാസം പേറുന്ന റാഫിദികൾ, അവർ ഭരിക്കുന്ന, അവർ ഭരണകർത്താക്കളായിട്ടുള്ള അവരാണ് ഈ യുദ്ധത്തിന്, അവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അത്തരത്തിലുള്ള ആളുകളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ, അള്ളാഹുവിനോട് കൂറുള്ളവരെ, സത്യസന്ധമായി നമ്മൾ ആലോചിക്കുക. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന, നമ്മുടെ ഉമ്മയെ സ്നേഹിക്കുന്ന, ആയിഷ റളിയല്ലാഹു അൻഹയെ സ്നേഹിക്കുന്ന, സഹാബികളെ സ്നേഹിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന, പരലോകത്തിനു വേണ്ടി പടക്കപ്പെട്ട ആളുകൾക്ക് എങ്ങനെയാണ് അവരെ സ്നേഹിക്കാനും അവർക്ക് പിന്തുണ നൽകാനും സാധിക്കുക?
അവർ മുസ്ലിമീങ്ങളെ സഹായിക്കുന്നു, അവരെ പിന്തുണക്കുന്നു, അവരുടെ വിമോചകരാണ് എന്നുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരുവന് പരലോകത്തിനു വേണ്ടി പടക്കപ്പെട്ട ആളുകൾക്ക് എങ്ങനെയാണ് അവരെ സഹായിക്കാൻ സാധിക്കുക? സഹോദരങ്ങളെ, ഈ രക്തച്ചൊരിച്ചിലേക്കാൾ നമുക്ക് പ്രധാനം നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷക്കാലം നുബൂവത്ത് കിട്ടിയത് മുതൽ മക്കയിൽ 13 വർഷക്കാലം അവിടെ മറ്റുള്ള തിന്മകൾ ഉണ്ടായിട്ടും അവിടുന്ന് പ്രാമുഖ്യം നൽകിയത് തൗഹീദിനാണ്, അഖീദക്കാണ്, അഖീദ ശരിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട നമ്മൾ, ആഖിറത്തിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലേണ്ടവരായ നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് പിന്തുണക്കാൻ സാധിക്കുക? സഹോദരങ്ങളെ, ചിന്തിക്കൂ, മനസാക്ഷിയുള്ളവരെ സത്യസന്ധമായി ചിന്തിക്കൂ. പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത്തരത്തിൽ കൊടിയ കുഫറും ശിർക്കും പേറുന്ന ഒരു രാജ്യം, മറുഭാഗത്തത അഹ്ലുസുന്നയുടെ ദുഹൂറുള്ള തൗഹീദ് മികച്ചു നിൽക്കുന്ന മറ്റു രാജ്യങ്ങൾ, അവർ ആക്രമിക്കപ്പെടുമ്പോൾ ഈ വിഭാഗം ആളുകളെ, ഇത്തരത്തിൽ ശിർക്കും കുഫറും ചെയ്യുന്ന ആളുകളെ പിന്തുണക്കുകയാണ് ആളുകൾ. ഇത്രമേൽ അധപ്പതിച്ചവരായി ആളുകൾ മാറിപ്പോകുന്ന അവസ്ഥ അതെത്ര ദൗർഭാഗ്യപരമാണെന്ന് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കുക. ഇനി നമ്മൾ എടുക്കുക, സത്യസന്ധമായി ആലോചിക്കുക, സത്യസന്ധമായി പഠിക്കുക, സത്യസന്ധമായി അന്വേഷിക്കുക. ഈ പറഞ്ഞ ആളുകൾ ഇസ്ലാമിന്റെ വിമോചകരാണോ? ഇസ്ലാമിനെ സഹായിച്ച ചരിത്രമാണോ? മുസ്ലിമീങ്ങളെ സഹായിച്ച ചരിത്രമാണോ ഇവർക്കുള്ളത്? സിറിയയിൽ, ഇറാഖിൽ, യമനിൽ ഈ ഇസ്രായേലുകാർ, ഈ യഹൂദികൾ കൊന്നുതള്ളിയ അതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകളെ ഇവർ വകവരുത്തിയിട്ടുണ്ട്. സത്യസന്ധമായി കക്ഷിഭേദമന്യേ പഠിക്കാൻ ശ്രമിക്കുന്ന, സ്വന്തം പാർട്ടിയേക്കാൾ, സ്വന്തം കക്ഷിയേക്കാൾ അള്ളാഹുവിനോടും റസൂലിനോടും ദീനുൽ ഇസ്ലാമിനോടും കൂറുള്ള ഒരുവൻ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ചരിത്രം, ഇവരുടെ ക്രൂരതകൾ, ഇവരുടെ ചെയ്തികൾ, മുസ്ലിമീങ്ങളോട് ഇവർ ചെയ്ത പീഡനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ മോശപ്പെട്ട ചരിത്രമുള്ള അവരുടെ ഗ്രന്ഥങ്ങളിൽ പോലും മുസ്ലിമീങ്ങളെ വകവരുത്തുന്നത്, അഹ്ലുസുന്നയുടെ വക്താക്കളെ കൊലപ്പെടുത്തുന്നത്, അവരുടെ രക്തം ചിന്തുന്നത് അത് ഇബാദത്താണെന്ന് പഠിപ്പിക്കപ്പെടുന്ന ആളുകൾ, അത്തരത്തിൽ മോശപ്പെട്ട ചരിത്രമുള്ള ആളുകൾ, അവരെങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ വിമോചകരാവുക? സഹോദരങ്ങളെ, ചിന്തിക്കൂ, എങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ രക്ഷകരായി ഇവർ മാറുക? എന്തെങ്കിലും കുറച്ച് ആയുധങ്ങൾ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് കൈമാറുമ്പോഴേക്കും, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ രക്ഷകരായി ഈ ആളുകൾ മാറുക? സഹോദരങ്ങളെ, ചിന്തിക്കൂ. ഇത് വെറും രാഷ്ട്രീയ ചർച്ച മാത്രമല്ല, രാഷ്ട്രീയമല്ല ഈ പറയുന്നത്, നമ്മുടെ അഖീദയാണ്. ഈ പറഞ്ഞ ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ പിന്തുണക്കുമ്പോൾ നമ്മുടെ അഖീദയുടെ സ്ഥാനം ഇവിടെ. ഈ ജാറപൂജകരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് അത് തെറ്റാണ്. അലി റളിയല്ലാഹു അൻഹുവിനാണ് നുബുവത്ത് കിട്ടേണ്ടത്, അവിടുന്നാണ് നബിയാവേണ്ടെന്ന് വാദിക്കുന്ന ഈ ആളുകളെ പിന്തുണക്കുമ്പോൾ നമ്മുടെ അഖീദയുടെ സ്ഥാനം ഇവിടെ. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് സ്നേഹമുള്ള ആളുകളായി നമ്മൾ എങ്ങനെയാണ് പിന്നെ മാറുക? അള്ളാഹുവിനോട് കൂറുള്ള ആളുകളായി പിന്നെ എങ്ങനെയാണ് നമുക്ക് മാറാൻ സാധിക്കുക? സഹോദരങ്ങളെ, ചിന്തിക്കുക. ഇപ്പോഴും അറബ് രാഷ്ട്രങ്ങളിൽ അവർ അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പല വാദങ്ങളും അവർ പറയുന്നു, അവരുടെ തന്ത്രമാണത്, മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തുന്ന, അവരെ ഭീതിയിലാഴ്ത്തുന്ന, അവരെ ഉപദ്രവിപ്പിക്കുന്ന എന്ത് തന്ത്രമാണുള്ളത്? അത്തരത്തിൽ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് അവരുമായി സഹകരിക്കാനും പിന്തുണക്കാനും സാധിക്കുക? ഈ പറഞ്ഞ ആളുകൾ അവരുടെ ന്യായമായൊക്കെ പറയുന്നത് കാണാം. ഈ അറബ് രാജ്യത്തുള്ള ഭരണാധികാരികൾ, അവർക്ക് തെറ്റുപറ്റുന്നുണ്ട്, അവർ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. സഹോദര, നീ പറയുന്നത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാലും അവർക്ക് തിരുത്തപ്പെടേണ്ടതുപോലെയാണ് തിരുത്തപ്പെടേണ്ടത്. അത് തിരുത്താൻ യോഗ്യരായ ആളുകളുണ്ട്. നീയോ ഞാനോ രണ്ടു വർത്തമാനങ്ങൾ പറഞ്ഞാൽ, രണ്ടൊച്ചയിട്ടാൽ അത് തീരാൻ പോകുന്നില്ല. അത്തരത്തിൽ ഭരണാധികാരികളുള്ള സമീപനം അതെങ്ങനെയാണെന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിന്റെ അടിസ്ഥാനം ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് മുസ്ലിം ഭരണാധികാരികളോടുള്ള സമീപനം. അത് പിച്ചു ചീന്തിക്കൊണ്ട് അത്തരത്തിൽ മോശമായ വാക്കുകളും അവരെ പറ്റി പല അപവാദങ്ങളും പറഞ്ഞു നടക്കുക എന്നുള്ളത് നമ്മുടെ മനഹജിൽപ്പെട്ട, നമ്മുടെ ദീനുൽ ഇസ്ലാമിന് ചേരാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയ്ക്ക് വിധേയമാകാൻ
കാരണമാകുന്ന കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. സത്യം മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിട്ടുള്ള നാടാണ് നമ്മുടേത്. പല ആളുകളും പല സംഘടനയുടെയും വക്താക്കളാണ്, പല സംഘങ്ങളുടെയും പിൻഗാമികളാണ്, അവരെ പിൻപറ്റുന്ന ആളുകളാണ്. അങ്ങനെ ഒരുപാട് സംഘങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും അതെല്ലാം ഉടലെടുത്തിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ തന്നെ വന്നിട്ടുള്ള നാടാണ് നമ്മുടേത്. അത്തരത്തിൽ ഒരു മുസ്ലിം, പല മുസ്ലിമീങ്ങളും ചിന്തിക്കുന്നതായി, അവർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നിഷ്പക്ഷമായ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആരുടെയും പക്ഷം ചേരാതെ, ആരുടെയും കൂടെ ചേരാതെ നമ്മൾ നിസ്കരിക്കുക, നമ്മൾ നോമ്പെടുക്കുക, മറ്റുള്ള കാര്യങ്ങൾ അത് അല്ലാഹുവിലേക്ക് വിടുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ ഇടപെടേണ്ടതില്ല. അവർ പറയുന്ന വാദങ്ങൾ ഒരു പരിധി വരെ ശരിയാണ്. നമ്മൾക്ക് ഇടപെടാൻ പറ്റാത്ത കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെട്ടുകൊണ്ട് യാതൊരു ഗുണവും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടേണ്ടതില്ല. എന്നാൽ നമ്മൾ മുഅ്മിനീങ്ങളായ നമുക്കൊരു വിശ്വാസമുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കേണ്ടതുണ്ട്. ചില നിലപാടുകളുണ്ട് നമുക്ക്. ആ നിലപാടുകൾ, അതിനെ നമ്മൾ ശരിയാവണ്ണം പാകപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ നിസ്കരിച്ചതുകൊണ്ടും നോമ്പെടുത്തുകൊണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മിൽ നിന്ന് വീണുപോകുന്നില്ല. അത്തരത്തിലുള്ള വിശ്വാസങ്ങളും അടിസ്ഥാനങ്ങളും നിലപാടുകളും നമുക്കുണ്ടാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഓരോ വ്യക്തിക്കും സന്മാർഗം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തിക്കും സഹായകരമായിട്ടുള്ള ഒരു ഹദീസ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ. യഹൂദികൾ അവർ 71 വിഭാഗമായി ഭിന്നിച്ചു. വഫ്തറഖത്തിൻ നസാറ അലാ 72 ഫിർഖ. നസാറാക്കളാകട്ടെ 72 വിഭാഗങ്ങളായി ഭിന്നിച്ചു. വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്ത് മുസ്ലിമീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ, അവർ 73 വിഭാഗമായി ഭിന്നിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരേ ഒരു വിഭാഗം ഒഴികെ, ഒരേ ഒരു കക്ഷി ഒഴികെ, ഒരേ ഒരു വിഭാഗം ഒഴികെ എന്നോടൊന്ന് പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, കൂട്ടരാരാണ് നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന, നരകത്തിൽ ഒരു നിമിഷം പോലും പ്രവേശിക്കാതെ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾ ആരാണ്? അവിടുന്ന് പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഞാനും എന്റെ അനുയായികളും വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്ന ആളുകൾ, ഞാനും എന്റെ സ്വഹാബത്തും നിലപാടെടുത്തതുപോലെ നിലപാടെടുക്കുന്ന ആളുകൾ, ഞങ്ങളുടെ ആദർശം പിൻപറ്റുന്ന ആളുകൾ, ഞങ്ങളുടെ ആശയം പിൻപറ്റുന്ന ആളുകൾ. അത്തരത്തിൽ അവിടുന്ന് മറുപടി പറഞ്ഞു. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ മാർഗം, സ്വഹാബത്തിന്റെ മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ആളുകൾ, റളിയല്ലാഹു അൻഹും വറളു അൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വാഗ്ദാനം നൽകിയിട്ടുള്ള ആളുകൾ, അവരുടെ മാർഗമാണ് ശരിയായ മാർഗം. ഓരോ വിഷയവും, നാട്ടിൽ ആളുകൾ ഭിന്നിച്ചിട്ടുള്ള ഓരോ വിഷയവും എടുക്കുക. സ്വഹാബത്തിന്റെ നിലപാടെന്താണ്? സ്വഹാബത്തിന്റെ വിശ്വാസം എന്താണ്? സ്വഹാബത്തിന്റെ ആദർശം എന്താണ്? സ്വഹാബത്തിന്റെ രീതിശാസ്ത്രം എന്താണ്? പഠിക്കുക. പഠിക്കാതെ തരമില്ല. ഈ കാലഘട്ടം ഫിത്നയുടെ കാലഘട്ടമാണ്. ഈ പ്രശ്നം കഴിഞ്ഞാൽ, ഈ ഫിത്ന കഴിഞ്ഞാൽ അടുത്ത ഫിത്ന വരാനിരിക്കുന്നു, അത് കഴിഞ്ഞാൽ അടുത്ത ഫിത്ന വരാനിരിക്കുന്നു. നമ്മൾ നമ്മുടെ തടികളെ നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനം മരണപ്പെടുന്ന ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും. അല്ലാഹു അവരെ വിചാരണ ചെയ്യും. നരകത്തിന്റെ അടുക്കലേക്ക് പോകാത്ത, സിറാത്ത് പാലത്തിലൂടെ കടക്കാത്ത ഒരാളും തന്നെയില്ല. വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ.
ആ സിറാത്ത് പാലത്തിലൂടെ കടക്കാത്ത, അതിലൂടെ പ്രവേശിക്കാത്ത ഒരാളും തന്നെ ഇല്ല. അത് നിന്റെ റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഉറപ്പായ തീരുമാനമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, കക്ഷി അഭിപ്രായങ്ങളെല്ലാം ഒഴിവാക്കി, കക്ഷിത്വങ്ങൾ ഒഴിവാക്കി, എല്ലാ തരത്തിലുള്ള ദേഹേച്ഛകളും ഒഴിവാക്കി. സഹോദരങ്ങളെ, ശരിയാണ്, ഈ ഫലസ്തീനിലെ ജനങ്ങൾ, മുസ്ലിമീങ്ങൾ, അവർ ആക്രമിക്കപ്പെടുന്നു, യഹൂദരാൽ കൊല്ലപ്പെടുന്നു, അവർ പരീക്ഷിക്കപ്പെടുന്നു, അവരുടെ കുട്ടികൾ ദയനീയമായി കൊല്ലപ്പെടുന്നു, അവർ ഭീതിയിലാണ്. ഒരുപാട് കാലങ്ങളായി അവർ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അതിന് വിഷമമുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, നാം എന്തൊക്കെ വീരവാദങ്ങൾ മുഴക്കിയാലും ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അവർ തന്നെയാണ്. അവർ അനുഭവിക്കുന്നതിന്റെ 100% പോലും അനുഭവിക്കാൻ നമുക്ക് കെൽപ്പില്ല. അത്തരത്തിൽ നമ്മുടെ ഈമാൻ പാകപ്പെട്ടിട്ടില്ല. അവർ തന്നെയാണ് അത് അനുഭവിക്കുന്നത്. പക്ഷെ സഹോദരങ്ങളെ, അതിനേക്കാളെല്ലാം വലുത് നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്, അള്ളാഹുവാണ്, റസൂലാണ്. അത് കളഞ്ഞുകൊണ്ട്, നമ്മുടെ വികാരം മുന്നിൽ നിർത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെ ഇല്ലാതാക്കണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങളോടും അള്ളാഹുവിനോടും റസൂലിനോടും കൂറുപുലർത്താത്ത സംസാരങ്ങളും അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളും സ്വഭാവ മര്യാദകളും നമ്മുടെ ജീവിതത്തിലും സംസാരത്തിലും നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. സഹോദരങ്ങളെ, ചിന്തിക്കുക, പഠിക്കുക, അന്വേഷിക്കുക, ഹക്കന്വേഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കുന്ന, സത്യത്തിനു വേണ്ടി പ്രയത്നിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, ആക്രമിക്കപ്പെടുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശത്രുക്കൾക്ക് മേലെ അവർക്ക് ആധിപത്യം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد والحمد لله رب